Hey all, welcome back to my channel. ഇത് ലക്ഷദ്വീപ് ഡേ 2 ആണ്. ആൻഡ് ഈ ഒരു ക്ലിപ്പ് ഞാൻ മോർണിംഗ് 6 AM ഒക്കെ ആയപ്പോൾ എടുത്തതാണ്. ആൻഡ് ദ വ്യൂ വാസ് ലിറ്ററലി ബ്രെത്ത് ടേക്കിംഗ്, ഒന്നും പറയാനില്ല. ഐ വാസ് ലിറ്ററലി എൻജോയിങ് ആ ഒരു ടൈമിൽ. താഴെ പോയിട്ട് ഞാൻ കുറച്ച് കാണിച്ചു തരാം കേട്ടോ, കുറച്ച് ക്ലിപ്സ് എടുക്കാം. ഇപ്പോൾ കടലിന് കുറച്ചുകൂടെ സൗണ്ടുണ്ട്, നല്ല സൗണ്ടിലാണ് ഇത് വേവ്സ് വരുന്നത്. അങ്ങോട്ട് പോവാം. സൂപ്പർ. ഇതെത്ര എടുത്താലും മതിയാകത്തില്ല. ആൻഡ് ക്യാമറ ഇതിൻ്റെ ബ്യൂട്ടീനെ ഒട്ടും ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. അത്രയും ബ്യൂട്ടിയാണ് ഈ സീക്ക്. എൻ്റെ സൗണ്ട് കുറച്ച് മാറിയിട്ടുണ്ടാകും, കാരണം മോർണിംഗ് ആയിട്ടേ ഉള്ളൂ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടുത്തെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും തട്ടി വീഴും. ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു 3 ഹട്ട് പോലത്തെ റൂംസ് ഉണ്ട്. അതൊരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് റൂംസ് ആണ്. ഇനി നമുക്ക് ജസ്റ്റ് പുറത്തേക്കൊന്ന് പോവാം. ഇവിടുത്തെ റോഡും അതൊക്കെ ഒന്ന് കാണാം. കാരണം ഇന്നലെ നമ്മൾ ഫുൾ കാറിനല്ലേ പോയേ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ചെല്ലാം അങ്ങോട്ട്. ഇതാണ് ഇവിടുത്തെ റോഡ്സ് ആൻഡ് അതൊക്കെ. ഇവിടെ തന്നെയാണോ? ഓ, ആ ഹാ ഹാ. എത്ര നാളായി? ആ ഹാ. പേരെങ്ങനെയാ? പേര് കിട്ടി? ഷഹന. ആ, നല്ല ഫുഡായിരുന്നു ഇന്നലെയൊക്കെ. എൻ്റെ പേര് ആര്യ. കയറുന്നല്ല, അന്നെ പൊക്കോ.
കുറച്ച് പിക്ചേഴ്സൊക്കെ എടുക്കാൻ താഴേക്ക് പോവാം. ഞാനേ ഓഫാക്കിയിട്ട് താഴേക്ക് ഇറങ്ങാനില്ല, ഞാൻ വീഴും ചിലപ്പോൾ. ഞാനൊരു ബ്ലൂ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഈ സീയുടെ കളറിൻ്റെ സെയിം ഒരു ബ്ലൂവാണ്. ഫുള്ളെടുത്ത് കാണിക്കാം കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് ഡെഡിക്കേഷനോടെ പോകുന്ന 2 കുട്ടികൾ. അയ്യോ, ഒരു കുട്ടീനെ കാണുന്നില്ല. ഹായ് പറ. ഹലോ. കടലിൻ്റെ കളർ ഇതിന്. അവിടെ 2 പേര് ഫിഷിങ് ചെയ്യുന്നുണ്ട്. പോലിട്ട് ഇവിടെ കുറച്ച് ഷെൽസ് ഒക്കെ ഉണ്ടല്ലേ. ഇതെന്താ ഒരു ഡിസൈൻ പോലെ? കുഞ്ഞി സാധനങ്ങളായിരിക്കും. പാട് കണ്ടോ? ചെറിയ കൂടെ പോയിട്ടുണ്ട്. ചെറിയ ഷെല്ല്. ഇവിടെ ഞാൻ കുറ്റി ഉണ്ടായിരുന്നല്ലോ. ആണോ? നല്ല ഫുഡായിരുന്നു. അല്ല, നൈറ്റ് ആണേലും നല്ല. അതെ അതെ. ആ, ഇന്നെന്താ കഴിക്കാൻ? ഇടിയപ്പാണോ? ഇവിടെ മറ്റൊരു പത്തിരി പോലത്തെ ഒരു സാധനം. അങ്ങനെയാണോ പറയുന്നത്? ഓർഡർ ചെയ്ത് വരുത്തണം അല്ലേ? ഇത് ഞങ്ങൾ നിന്ന റിസോർട്ടിലെ മാനേജറാണ്. ആളെന്തായിരുന്നു പറയുന്നതെന്ന് വെച്ചാൽ അവർക്കെല്ലാം കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ആൻഡ് അവരിടയ്ക്ക് കൊച്ചിയിലൊക്കെ പോകാറുണ്ട്. ആൻഡ് ഓൾസോ കേരളത്തിലെ പല പ്ലേസസിലും പോയിട്ടുണ്ട്. അതൊക്കെയാണ് പറയുന്നത്. ഞാൻ ഈ പാർട്ട് മ്യൂട്ട് ചെയ്യാൻ കാരണം വേവ്സിൻ്റെ സൗണ്ട് കാരണം ആളുടെ സൗണ്ടൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തത്. ഇവരൊക്കെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. എന്ത് വേണേലും നമുക്ക് അവരോട് ചോദിക്കാം. അവരിങ്ങനെ നമ്മളെ ജഡ്ജ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറൊന്നും അവിടെ ആർക്കും ഇല്ല. എല്ലാം നല്ല നിഷ്കളങ്കരായ മനുഷ്യരായിരുന്നു അവിടുത്തെ. എനിക്ക് ഒരു ദിവസം 3 ചായ എങ്കിലും. ഇവിടുത്തെ ചായ ഞാൻ ഇന്നലെ കുടിച്ചില്ലായിരുന്നു. നമുക്കിന്ന് കുടിച്ച് നോക്കാം. ഞാൻ നോർമലി പാൽപ്പൊടിയുടെ ചായ അങ്ങനെ കുടിക്കാറില്ല. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കുഴപ്പമില്ല, നല്ല. സ്ഥലം കാണിച്ചു തരാവേ. ചുമ്മാ നടക്കുക കേട്ടോ ഇതില്ലേ. എത്ര നടന്ന് വീഡിയോ എടുത്താലും മതിയാവുന്നില്ല. അവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കാണാൻ പറ്റുമോ? അവിടെ ഒരു മരം. അതെന്ത് ഫ്ലവറാ നോക്കാം. ഇതെന്താന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ആരോടെങ്കിലും ചോദിക്കാം ഇതെന്താന്ന്.
ബ്രേക്ക്ഫാസ്റ്റ്. അത്ര തന്നെ ഉള്ളൂ ഷഹനാസ്. താഴെ നിങ്ങളൊക്കെ പോയിട്ടുണ്ടോ താഴെ കടലിൽ? അവർക്ക് മോട്ടിവേഷൻ കൊടുത്തു വിടുമല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് റൂമിൽ വന്നു. ഇനി ഒരു 10:30 ഒക്കെ ആകുമ്പോൾ വാട്ടർ ആക്ടിവിറ്റീസിന് പോവാണ്. അപ്പം റെഡി ആവട്ടെ, എന്നിട്ട് കാണാം. ഹായ്, നമ്മളിപ്പോൾ വാട്ടർ ആക്ടിവിറ്റീസിന് പോവാണ്. കയാക്കിംഗ് ആൻഡ് സ്നോർക്കലിംഗ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു 12:30 വരെയാണ് അവർ ടൈം പറഞ്ഞേക്കുന്നത്. ആ ടൈമിൽ തിരിച്ചു വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ കടലിൽ ചെല്ലുമ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ, അവരെടുത്ത് തരുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. വാട്ടർ ആക്ടിവിറ്റീസ്. എന്താ പറയണ്ടേ? ഒന്നുമില്ല. ഇവിടെയാണ് നമ്മൾ വാട്ടർ ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നത്. ഇത് അതല്ലേ ആണ്. അതല്ലേ നമ്മുടെ ജെസ്സി എന്ന് പറഞ്ഞ ചേട്ടൻ. ഇവിടെ നല്ല മഴയാ. മഴ വന്നിട്ട് ഈ മണ്ണ് കണ്ണിലേക്ക് പോകുന്നു. ചിരിച്ചാ ചിരി നിർത്താം. ഓളുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ഓളുണ്ടാക്കി. ഇപ്പൊ സ്നോർക്കലിംഗ് ചെയ്ത് കഴിഞ്ഞു. ഫുൾ നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. ചാടിപ്പോയി. ഇത് കണ്ടു. വീഡിയോ കയാക്കിംഗ് എക്സ്പീരിയൻസ് പറയാം. ഇവിടെ ആമേനുണ്ടാക്കുക. അത് കളഞ്ഞോ? ചേച്ചി ഒരു ആർട്ടിസ്റ്റാണ്. കളഞ്ഞോ? ഇപ്പൊ ഒരു വലിയ വേവ് വന്നു കേട്ടോ. ഞങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു. തീരെ നനഞ്ഞില്ല. ഇത് കൊള്ളാല്ലേ? വാ ഞങ്ങളുടെ അടുത്തേക്ക് വാ. വേണ്ട, അവര് പോണ ഉണ്ടായിരുന്നോ സ്നോർക്കലിംഗിന്റെ ടൈമിൽ? ഇങ്ങനെ കൈ വെച്ചിട്ട് അവരൊക്കെ അതിന് ഡീപ്പായിട്ട് പോയില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്തോ ഒരു സാധനം വന്നപ്പോ പുള്ളിക്കാരൻ ഇങ്ങനെ കൈ കൊണ്ട് തട്ടിയിട്ട് അതിങ്ങനെ സ്പ്രെഡായേ. അപ്പൊ ഞാൻ ചോദിച്ചു ഞാനും ചെയ്തോട്ടെ എന്ന്. അപ്പൊ പറഞ്ഞു അടിയിലേക്ക് പോവോന്ന്. ഞാൻ ചോദിച്ചപ്പോൾ
വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു, റൂമിലേക്ക് പോവാ. ഇനി ലഞ്ച് കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. എന്നിട്ട് ഈവനിങ് സൈക്ലിങ്ങിന് പോകും. ഇന്ന് അത്രേ ഉള്ളൂ. ആട്ടുംകുട്ടിയോട് ഹായ് പറയാൻ പറഞ്ഞ. ലഞ്ച് കഴിക്കാൻ പോവാ. അവിടുന്ന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് പോകുന്നത്. ഫുൾ മണലൊക്കെ ആയിരുന്നു ദേഹത്ത്. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് പോകുന്നത്. ലഞ്ച് എന്താന്ന് നോക്കാം. സാമ്പാറല്ലേ പിള്ളേർക്ക് റൈസ് എന്നാണ് പറഞ്ഞത്. ഇത് പച്ചരി അല്ലല്ലോ. ഫിഷ് കറി, ഒരു വെജിറ്റബിൾ കറി, പിന്നെ നോർമൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന മലയാളമാണ്. ഓണിയനൊക്കെ ഉണ്ട്. മെയിനായിട്ട് മലയാളം ഇത് അപ്പളം പോലെ തന്നെ ഇരിക്കുന്നത്. അച്ചാറ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫിഷ് കറി നല്ല ടേസ്റ്റ്. കിടന്നോ പറഞ്ഞോണ്ട് കൊണ്ടുവന്നാണ്. ഇത് തേങ്ങ അച്ചാറല്ലേ? സ്റ്റൈലൊക്കെ കൊള്ളാം. നല്ല ഫുഡാട്ടോ. ഞാൻ ഈ മീൻ കഴിക്കത്തില്ല, അതുകൊണ്ട് അതിന് ടേസ്റ്റ് ഒന്ന് നോക്കി. ഫിഷ് കഴിക്കത്തില്ല. വീഡിയോയാ അല്ല വന്നോ? അത് അത് അവിടെ വെച്ചോ. ഞാൻ ഇല്ല ഞാൻ വീഡിയോ എടുത്തേ, നമ്മ ഗ്രൂപ്പൊക്കെ എടുത്തേ. അപ്പൊ ഒരു ഇതുണ്ടാവും നിങ്ങളെ ഇന്റർവ്യൂ. ഞാൻ ഇന്റർവ്യൂ നാളെ തരാം. ഇപ്പം പേര് മറന്നുപോയി. കാസിം പറഞ്ഞില്ലല്ലോ. കാസിം അങ്ങനെയല്ലേ? പറഞ്ഞു. ഞാൻ റെക്കോർഡ് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് കേരളത്തിന്റെ. എടവണ്ണപ്പാറ വർക്ക് കൊണ്ടോട്ടി പോയി. ഒരു 10 മണിക്ക് ശേഷം ഞാൻ പെരുന്നാളിന് ഡ്രസ്സ് പർച്ചേസ് ചെയ്തു. കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞു. റിട്ടേൺ തിരിച്ചു വരാനേ എടവണ്ണപ്പാറയിൽ നിന്ന് കൊണ്ടോട്ടി പോയത്. ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട്. രാത്രി 10 മണിക്ക് ശേഷം ബസ്സും ഇല്ല, ഓട്ടോ ഇല്ല. ഒരു എന്താ പറയുക, തീരെ പരിചയമില്ല. ഒരു ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ വെയിറ്റ് ചെയ്യുന്നൊരു ആള് വന്നിട്ട് അങ്ങോട്ടാണ് എടവണ്ണപ്പാറയിലോട്ടാണ് ഹെൽപ്പ് ചെയ്തു അവര്. ഒരു മെന്റാലിറ്റി ഇങ്ങനെ എല്ലായിടത്തും കിട്ടില്ല. ഇതേപോലെ ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്തിട്ടുണ്ട്, എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, പാലക്കാട് വർക്ക് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ട്. കോഴിക്കോടിലും എറണാകുളത്തും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് അറിയാം? നിങ്ങൾക്കറിയില്ലേ കേരളത്തിൽ എന്താ ഡിഫറൻസ്? നല്ലതാണെ പറഞ്ഞാൽ മതി, അല്ലേ പറയണ്ട. കോഴിക്കോട് നല്ല ബിരിയാണി കിട്ടും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇവിടുത്തെ എല്ലാം നല്ല ഫുഡാണ് കേട്ടോ. എല്ലാം ഒന്നിനൊന്നിന് ബെറ്റർ. ഇപ്പോൾ സൈക്ലിങ്ങിന് പോവാം. എല്ലാവർക്കും ഇല്ല, അപ്പം കുറച്ച് പേർക്ക് സ്കൂട്ടർ എടുത്തു. ഞാൻ മിക്കവാറും സൈക്കിളിലായിരിക്കും. എനിക്ക് അതിനോടാണ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് എനിക്ക് സൈക്കിൾ മതിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതായിരിക്കും കിട്ടുക. ഇവിടെ ലഡു ഒക്കെ ഉണ്ട്. ഇതാണ് പഴംപൊരി ഇവിടുത്തെ.
നമ്മുടെ അവിടെ മുളക് ബജി ഈ ഒരു ലുക്കല്ലേ? എറണാകുളം ഇപ്പൊ ഇങ്ങനെയായി പഴംപൊരി എടുത്തല്ലോ. ആക്ച്വലി ഫിഷ് കട്ട്ലേറ്റ് മേടിക്കാനാണ് പോയത്. അത് ഇവിടുത്തെ സ്പെഷ്യലാണെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും പിടിക്കില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ടത് വാങ്ങിയില്ല. ഏത്തക്കാ ബോളി വാങ്ങി. പേരെന്നാ? ആ, ഇവിടെ ഒരു അക്വേറിയം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 5-ലോ? ആ, അഡ്വഞ്ചറസ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അഡ്വഞ്ചറസ് ആട്ടോ. പോവാം. ഇവിടെ ദഫ്മുട്ടാണോ ഇത്? പോയി നോക്കാം. ബാ. ഞങ്ങൾ ദഫ്മുട്ട് കേട്ടിട്ടാണ് ഈ ഒരു ഏരിയയിൽ ഇറങ്ങിയത്. ആൻഡ് ഓൾസോ ഞങ്ങൾക്ക് വെള്ളം വേണമായിരുന്നു. അപ്പോൾ അവിടെ അടുത്തൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ ആ കടയിൽ ഞങ്ങൾ വെള്ളം ചോദിച്ചു. എന്നിട്ട് അവിടുത്തെ അച്ഛൻ ഞങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. നല്ല ക്ലീൻ പ്ലേസ്. മാറി നിന്നോട്ടോ. ഇവിടെ നെയ്മറിൻ്റെ ഫാൻസാന്ന് തോന്നുന്നു എല്ലാവരും. നെയ്മറിൻ്റെ ബോർഡ് മാത്രമേ കണ്ടുള്ളൂ ഇതുവരെ. വെള്ളം തരാന്ന് പറഞ്ഞല്ലേ? നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് ഇവിടെ അല്ലേ? ഹോസ്പിറ്റാലിറ്റി. ഞാനിത് നിറച്ച് വെക്കാം. നമ്മളെ കിണർ അതാണ്. ഇവിടെ പഠിപ്പിക്കുന്നത് ദഫ്മുട്ടാണോ? അത് അടുത്ത മാസം റബീഉൽ അവ്വലല്ലേ? ഓ, അതിന് വേണ്ടിട്ടാ? അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആണ്. ഓ, ഒരു മാസം മുമ്പ് തുടങ്ങും. ചെറിയ പിള്ളേരല്ലേ? ആ, കുഞ്ഞു പിള്ളേര്. അടുത്ത മാസം ഓഗസ്റ്റും നബിദിനം എല്ലാം വന്നിട്ടു. അത് കഴിഞ്ഞിട്ട് ഓണം ഉണ്ടല്ലോ. ഓണം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യോ? ഓണം ഇവിടെ സെലിബ്രേറ്റ് ഇപ്പൊ റിസോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ എല്ലാം ചെയ്യുന്നു. നേരത്തെ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ എല്ലാ റിസോർട്ടിലും ബിരിയാണി 5 ദിവസം വെന്ത് പൂക്കളമൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ വൈഫ് ഹോസ്പിറ്റൽ വർക്കിലാണ്. അവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു. വെള്ള സെറ്റ് സാരി അവർ തന്നെ ഓർഡർ കൊടുത്ത് എല്ലാവർക്കും ഒരുപോലെ ഉള്ളത് വരുത്തിച്ചല്ലേ? അതപ്പോ എവിടുന്ന് എടുക്കും? ഇവിടെ കൊച്ചിന്നോ? ഓ, ഓർഡർ ചെയ്ത് വരുത്തിക്കും അല്ലേ കൊച്ചിന്ന്? ഓ, ഇന്നലെ വന്നു. അതാ ഞാൻ പറഞ്ഞ നല്ല പ്ലേസ് ആണ്. എല്ലാരും നല്ല ആൾക്കാരും അല്ലേ? രാത്രി വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാ. ടൗണിലെ കടയിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനൊക്കെ സാധനം വാങ്ങിച്ചിട്ട് വരും. ആരും പിടിച്ചോണ്ട് പോകുന്നു. കാണാലോ. അതാണ് എത്ര ദൂരമുണ്ട് നമുക്ക് റോഡ് ചെന്നപ്പോ? ഇത് നേരെ പോവാൻ. അപ്പൊ ഞങ്ങൾ ഇതിങ്ങനെ കൊട്ടുന്ന കേട്ടോണ്ട് ഇവിടെ ഇറങ്ങിയതാണേ. ജന്മദിനമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്ന. അപ്പൊ അതിന് അവിടെ ഒരു സ്കൂളുണ്ട്. ഇവിടെ മുത്തച്ഛി സെലക്ഷൻ പിന്നെ എല്ലാ അങ്ങനെ അതിന്റെ ഒക്കെ പ്രാക്ടീസ് നടക്കും. ഓ, കവരത്തിയോ?
നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് കവർച്ചയാണ്. ആ നിങ്ങൾ ഇവിടെ എല്ലാവരും പോകും. അതേ ബോട്ടിൽ പോയാൽ ഒരു 4 മണിക്കൂറാണ്, ബോട്ടിൽ പോയാൽ 1.5 മണിക്കൂർ. പിന്നെ സ്പീഡ് ബോട്ടുണ്ട്, അതിപ്പോ ഈ സീസൺ ആയതുകൊണ്ട് ഇല്ലല്ലേ. 1.5 മണിക്കൂർ. ഹെലികോപ്റ്റർ ഒരു 10 മിനിറ്റ് അല്ലേ. അവിടെ ഞങ്ങളുടെ ദ്വീപിന്റെ തലസ്ഥാനമല്ലേ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവർച്ചാണ്. അവിടെയാണ് വലിയ വലിയ ഓഫീസും പിന്നെ കളക്ടർ, അഡ്മിനിസ്ട്രേറ്റർ എല്ലാം അവിടെ അല്ലേ. ഓഫീസൊക്കെ അവിടെ കൂടുതലും വലിയ ഓഫീസ്. ഓക്കെ, കവരത്തി. ഇവിടെ ഉള്ളതിന്റെ ഒക്കെ ഹെഡ് അവിടെ അല്ലേ. അവര് പോവാണേ. മെസ്സിനെ കണ്ടു. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഈ ചെടിയുള്ളതുകൊണ്ട്. ആരാ ഇവിടെ ഉള്ള? അപ്പൊ ഗുരുവായൂരിന്ന് ഇവിടെ വന്ന് താമസിക്കോ? ഓ, ഇവിടെയാ. എന്തായി? ഇതാണ് സൈക്കിൾ. ഒരു ഡേക്ക് 100 റുപ്പീസേ ഉള്ളൂ ഇവിടെ സൈക്കിളിന്. പിന്നെ ഈ ഒരു ഏരിയ കാണാൻ നല്ല രസമുണ്ട്. മൊത്തത്തിൽ നല്ല രസമാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ ഒരു പ്ലാന്റ് ഉള്ളതുകൊണ്ട് കൊള്ളാം. എന്നാ പറഞ്ഞു? അല്ല, എല്ലാം ഇങ്ങനെ കാണാൻ. ഇതാകുമ്പോ എല്ലാരോടും സംസാരിച്ച് നിർത്തി പോവാല്ലോ, അതുകൊണ്ട്. പേര് പോട്ടെ കേട്ടോ. ഇല്ല, ഇതിന്റെ പ്ലേസിന്റെ പേരെന്താ? ഇത് ഫിഷറീസ് ജെട്ടിയുടെ ഫിഷറീസ് ജെട്ടി. പിന്നെ പണ്ടൊക്കെ ഞങ്ങൾ ഈ ബോട്ടിന്റെ പേര് ബോട്ടിന്റെ പേര് കസ്വയുടെ ആറ്. ഓ, എല്ലാത്തിനും ഒരു 6 ചേർക്കും അങ്ങനെ. മനുഷ്യരെല്ലാം ഒന്നാണ്, മതവും ജാതിയും ഒന്നും നോക്കാൻ പാടില്ല. ഞങ്ങളെവിടെ അങ്ങനെയാണ്, മതവും ജാതിയും ഒന്നാണ്.
നല്ലായിരുന്നു. അതെ, രണ്ട് ബൈക്ക് ഉരുട്ടു. ഹായ് പറഞ്ഞു എന്തായാലും. അത് നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ? അത് കയറല്ലേ? ഈ സൈക്കിളും ചവിട്ടി വണ്ടി ഏതായാലും നമ്മളെ ഡിന്നറിന്റെ സമയം എന്ന് പറയുമ്പോൾ അവരാ റൂമായിട്ട്. ഇതിന്റെ പേരെന്നാ ഈ പ്ലേസിന്റെ? ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന എന്താ? ഇത് മറ്റേ മണ്ണിനെ മുറിച്ചിട്ടിരുന്നു. ഇത് വേണോ? ഓ, ഇതെന്താ സാധനം? അത് ഇവിടുത്തെ ഫ്രഷ് ചൂടയും പൊറോട്ടയും. ഇവിടുത്തെ പൊറോട്ട നല്ല ചൂര ഫിഷ്. ഓ, ഫ്രൈ നല്ല ഫ്രൈ. ഇത് അവിടുത്തെ സ്പെഷ്യൽ ഫുഡാണ്, പൊറോട്ട ആൻഡ് ഫിഷ് ഫ്രൈ. പൊറോട്ട നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല, കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. പിന്നെ ഫിഷ് ഫ്രൈ ആണെങ്കിലും മസാലയൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ജീരകത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. നല്ലതായിരുന്നു, രണ്ടും കൂടെ നല്ലതായിരുന്നു. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എങ്ങനെ ഗ്രേവി ഇല്ലാതെ കഴിക്കും എന്ന്, പക്ഷെ കുഴപ്പമുണ്ടായില്ല, നല്ലതായിരുന്നു കഴിക്കാൻ. ഇനി വരുമ്പോ മാർച്ച് പ്ലാൻ ചെയ്യാം. അക്കോമഡേഷൻ ഒന്നും എടുക്കണ്ട, ബീച്ച് സൈഡ് ഫുഡ് കല്യാണം. ഏകദേശമുള്ള കല്യാണം മൊത്തം അപ്പൊ കല്യാണം എത്ര ദിവസത്തെ ഫംഗ്ഷനാ? ഓ, ഈ കല്യാണത്തിന് ചെക്കൻ പെണ്ണിനുള്ളതാണ്. ചെക്കൻ പെണ്ണ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഓ, അതിന്ന് അവിടെ പറഞ്ഞായിരുന്നു ചെറുക്കൻ പോവും, നമ്മുടെ പോലെ അല്ല. ഇവിടുത്തെ വലിയ കിട്ടിയാൽ മതി. ഫർണിച്ചറാണോ വെച്ചിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈ കല്യാണ പെണ്ണിന്റെ റൂമിൽ കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ എക്സ്പെൻസ്
പിന്നെ ഈ ഐലൻഡിൽ മൊത്തം ആൾക്കാർക്കുള്ള ഫുഡിന്റെ ചെലവ് അത് ഞാൻ പെണ്ണിന്റെ വീട്ടില് വീട്ടുകാർക്ക് എന്താ എല്ലാവരും അവര് സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ബീഫ് കൊണ്ടുവന്നിട്ട് ചോറുണ്ടാക്കും, എല്ലാം ചെയ്യും. അവസാനം ഒരു ബില്ല് വരും. ബില്ലെന്ന് പറയുന്നത് ഞാനെന്റെ ഇവിടെ പറയുന്ന ആചാരം ചെലവ് കൊടുക്കും, അങ്ങനെയാ പറയാം. അപ്പൊ ചെലവും കൊണ്ട് പോകുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അവർ ചെലവാക്കി ആ പൈസ ചെക്കൻ്റെ വീട്ടുകാർ അങ്ങോട്ട് കൊണ്ടുപോകും. മനോഹരമായ ആചാരങ്ങൾ ഇതെല്ലാം അങ്ങോട്ടുണ്ടായിരുന്നെങ്കിലും നല്ല ഫുഡായിരുന്നു. കോട്ടയം വന്നിട്ടുണ്ടോ? ആഹാ, ഓക്കെ എന്നാലേ. ഒന്നും കാണത്തില്ല. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ, പക്ഷേ വീഡിയോയിലൊന്നും കിട്ടത്തില്ല. ടോർച്ച് വെള്ളത്തിലിറങ്ങി കുറച്ച് മുമ്പോട്ട് നടക്കുന്ന പോലെ ചില ഡീപ്പായി. ചേച്ചി ഇത് കണ്ടോ, ഫോണിലേക്ക് നോക്കിക്കേ, നല്ല രസമില്ലേ ചേച്ചി? നല്ലതായിട്ട് നടക്കാൻ പറ്റിയല്ലേ? ഒരു കാര്യം ചെയ്തേ, നമുക്ക് കല്ലെല്ലാം കാണാൻ പറ്റും. ഇറങ്ങാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ എന്താ ഈ ദ്വീപിനെ സംരക്ഷിക്കുന്ന റീഫ് എന്ന് പറയുന്നത്. ഒരു വാള് പോലെ അങ്ങനെ ഈ തിര കൊട്ടുന്നത്, നമ്മുടെ ഐലൻഡിന്റെ ചുറ്റും ഈ തിര കൊട്ടുന്നത് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. ഇതൊരു വാളാണ്. ഇവിടെ നിന്ന് ഒരു കുഴി പോലെയാ പോവാ. ഇത് ഞങ്ങളുടെ ദ്വീപിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വാളെന്ന് പറയും. അതിനാണ് ഈ റീഫ് എന്ന് പറയുന്നത്. ഇവിടെ വരെ ഡീപ്പ് ഉണ്ടാകില്ല. ലോ ടൈഡിൽ ഉള്ളിപ്പോ ലോ ടൈഡ് സ്റ്റാർട്ടാണ്. ഇതിനേക്കാളും പറ്റും വെള്ളം. പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം വരെ പോകാം, അവിടെ വരെ പോകാം. ഇന്ന് നമുക്ക് നടക്കുമ്പോൾ കാണാൻ പറ്റും അവിടെ നിന്ന് കുറച്ച് ഡീപ്പ്. അപ്പൊ ഇപ്പൊ നാളെ രാവിലെ ഞാൻ വന്നു അപ്പൊ എനിക്ക് ഇവിടെ ഒക്കെ നടക്കാം. രാവിലെ ഈ ലോ ടൈഡ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി നടക്കാം. നമ്മുടെ ആ റിസോർട്ടിലുണ്ടല്ലോ, നമ്മുടെ റൂമിന്റെ ഈസ്റ്റേൺ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റും. അവിടെ ഇറങ്ങി നടക്കാൻ പറ്റും. പറ്റുന്നില്ല, ഇവിടെ കല്ലുകളുണ്ട്. വന്നിട്ട് ഇവിടെ നിന്നായിരിക്കും കൊട്ടുക. ഞങ്ങളുടെ ഐലൻഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന റീഫ് എന്ന് പറയും, വാൾ, മതില്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഡീപ്പില്ല, കുറച്ച് അവിടെ നിന്ന് അങ്ങോട്ട് ഡയറക്റ്റ് ഡീപ്പായിരിക്കും. ഇവിടെ ഇല്ല, ശ്രദ്ധിക്കണം. അവിടെ നിന്ന് അങ്ങോട്ട് ഡീപ്പാണ്. പൃഥ്വിരാജ് ആ ഷിപ്പിന്റെ മുകളിൽ ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അല്ല, ഫസ്റ്റ് ഒരു എൻട്രി ഇല്ലേ ആ ഷിപ്പില്? അതിവിടെയാ അകത്തില്. ആ ഹെലികോപ്റ്റർ പറക്കുന്ന സീനിലൊക്കെ ഞങ്ങളുണ്ട്. സെലിബ്രിറ്റിയാണ്. അതൊരു 4 സെലിബ്രിറ്റി ഒന്നുമല്ല, 4 ദിവസം. എടാ ഇങ്ങനെ 24 മണിക്കൂർ ഇതിലാളുണ്ടാവും. പിന്നെ പോവല്ലേ, ചാടല്ലേ. ഈ ഫിഷിംഗ് ഓ അതിനകത്ത് വീടുള്ളതുണ്ടല്ലോ രാവിലെ. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യാല്ലേ? ഓ അതിന്റെ വീഡിയോ കണ്ടില്ല, ഇതിനാണ് ഇതാണ് പച്ചച്ചാള. എന്താ, എന്ത് മീനാ? പച്ചച്ചാള എന്ന് പറഞ്ഞ മത്തി. മത്തിയാണോ? മത്തിയല്ല, പച്ചച്ചാള എന്ന് പറയും. മത്തി വേറെ. കൂടുതൽ ആരും കഴിക്കുന്നില്ല, ചിലവർ മാത്രമേ കഴിക്കൂ. കണ്ടില്ലേ? അയ്യോ, രണ്ട് ലൈറ്റ് ഇട്ടത് കൊണ്ടാ. ഈ ലൈറ്റ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ, ഈ ലൈറ്റ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഫിഷിങ്ങിനുള്ള ആൾക്കാർ കൂടും. പിന്നെ ഈ ചന്ദ്രൻ, നമ്മുടെ ഈ നിലാവുള്ള രാത്രികളിൽ മീൻ കിട്ടല് കുറവായിരിക്കും. അതെന്താ സംഭവം? ഇവിടെ നിലാവുണ്ടായി കഴിഞ്ഞാൽ എന്താ, കൂടുതൽ ആൾക്കാർ ഫിഷിങ് കിട്ടുന്നതല്ലേ? ഓ ആ ചൂണ കിട്ടിയിട്ടുണ്ട്, ഷാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓ ഓ अरे उधर एक
साइड पे रखो कोई लोग ഇത് ഹുക്ക് ചെയ്യുന്നതാണ് ആർക്കും അറിയില്ല അല്ലേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹുക്ക് ചെയ്യുന്നു ആരെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ അല്ല ഇവരെന്ത് ഈ സമയത്ത് വരുന്നപ്പോ ഏത് ഈ മീനുകള് ലൈറ്റ് ഉണ്ടല്ലോ മോർണിംഗ് അത്ര ലൈറ്റ് ഇല്ല അപ്പോൾ ഈ വൈറ്റ് ലൈറ്റ് ഇട്ടതുകൊണ്ട് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ആണ് കൂടുതൽ ഈ ഏരിയയിൽ തന്നെ ഉണ്ടാവും അങ്ങനെ വരുമ്പോഴല്ലേ വരും റോളർ ഇത് വലിയ മീനാണോ ഏത് ഇവിടെ കിട്ടാല്ലേ അതെന്താ അതൊക്കെ വല്ല വേസ്റ്റ് ആയിരിക്കും കണ്ടാൽ ഒരു പ്ലാസ്റ്റിക് കവറായിട്ടാണ് അത് കണ്ട ആ ബലൂൺ കണ്ട അതെന്താന്ന് വെച്ചാൽ ചൂണ്ടിട്ടിരിക്കുക അതാ പുള്ളി ചൂണ്ടിട്ടിരിക്കുക അതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചൂണ്ട ആ ഉപ്പിൽ ഇരയിടും ഇരയിട്ടിട്ട് കുറച്ച് വിട്ടിട്ട് അപ്പോൾ ആ ചൂണ്ട അവിടെ ആയിരിക്കും ഈ ഭാഗത്തായിട്ട് ബലൂൺ കിട്ടും എന്നിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് ലൂസിൽ എങ്ങോട്ടാണോ കറണ്ട് വാട്ടർ കറണ്ട് അതിനനുസരിച്ച് എന്താ ഇത് പോയിക്കോളും അപ്പോൾ കുറച്ച് അങ്ങോട്ട് ഡീപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ വലിയ മീനുകളൊക്കെ പിന്നെ അത് മാത്രമല്ല ഈ ഇരുട്ട് വീണ സ്ഥലം ഉണ്ടല്ലോ ആ ഏരിയയിൽ ലൈറ്റ് ഉള്ള സ്ഥലത്തൊക്കെ ഈ വറ്റ കൂടുതലും വരത്തില്ല വറ്റയിൽ തന്നെ ഈ ജെയിൻ ട്രാവൽ എന്ന് പറയും രീതി അപ്പോൾ ഈ ഡാർക്ക് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് കടിക്കും പിന്നെ ഇവിടെ വൈകുന്നേരങ്ങളിൽ ചില സമയങ്ങളിൽ ഈ പറയപ്പെട്ട കേരയും കാര്യങ്ങളൊക്കെ കിട്ടും കേരയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഈ ഫിഷ് ഇവരൊക്കെ ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നത് വറ്റ കേര ഇതിനൊക്കെ ഇതൊക്കെ ചൂണ്ടയുടെ അറ്റത്ത് ഒരു നമ്മുടെ ഈ ലെഡ് ഉണ്ടല്ലോ ലെഡ് ആ ലെഡിൻ്റെ ഒരു ഫിഷിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയ ചെറിയ ലെഡ് അതിൻ്റെ ബാക്ക് സൈഡിൽ ഹുക്ക് ഉണ്ടാവും ഒരു 3 ഹുക്ക് നമ്മൾ കണ്ട പോലത്തെ ഹുക്ക് ഇപ്പം നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് വരുമ്പോൾ വലിയ മീനുകൾ വിചാരിക്കും ചെറിയ മീനാണ് അതിന് വന്നിട്ട് വാലിൽ ഫസ്റ്റ് കടിക്കുന്ന ബാക്കിൽ നിന്ന് വന്നിട്ടല്ലേ കടിക്കുള്ളൂ ആ കടിക്കുമ്പോൾ കടിക്കുന്ന ഇവിടെ ആ ഹുക്കിലാണ് കടിക്കുക അപ്പോൾ സ്ലോലി ഇടിച്ച് കയറ്റുന്ന പരിപാടി രണ്ട് പുറത്ത് ഒരു ഫിഷ് ഫ്രൈ നിന്നിട്ട് പാവന്ന് അല്ല കൂടുതൽ ഈ പറയപ്പെട്ട കേര ഉണ്ടല്ലോ കേരയിൽ ബോൺ കുറവായി മുള്ളു കുറവാണ് അതുപോലെയല്ല നമ്മുടെ ഈ ലഗൂൺ ഫിഷ് എന്ന് പറയുമ്പോൾ നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് പക്ഷേ ലഗൂൺ ഫിഷിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ മുള്ളു കുറവാണ് പിന്നെ അത് മാത്രമല്ല കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് സ്മെല്ലുണ്ടാവും ഈ ഫിഷിൻ്റെ സ്മെല്ലുണ്ടാവും അതുപോലെയല്ല ഈ ട്യൂണ ട്യൂണക്ക് എത്ര കഴിച്ചാലും നമ്മൾ എന്താ ഹാൻഡ് വാഷ് ഇട്ട് വാഷ് ചെയ്തില്ലെങ്കിലും അത്ര സ്മെല്ല് കയ്യിലുണ്ടാവും കൂടി ഡാൻസ് കയ്യിൽ പൗഡറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൗഡർ വിതറും എന്നിട്ട് ഈ അലങ്കോലം എന്നിട്ട് അലങ്കോലം ആക്കിയിട്ട് എല്ലാവരും തൂക്കം പറയായിരിക്കും ചെക്കനെയും കൊണ്ട് ഇറങ്ങും പിന്നെ ഇറങ്ങും ഫുഡും കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങും വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങും ക്ലീൻ ചെയ്യാനുള്ള സമയം കൊടുക്കണ്ടേ എന്നിട്ട് ആ ചെക്കനെയും കൊണ്ടുവന്ന് എന്ത് ചെയ്യും ഇവിടെ നിന്ന് എടുത്ത് കടലിലോട്ട് അതെന്തിനാ പൊടിയും കാര്യങ്ങളൊക്കെ പോകാൻ ഏറ്റവും ബെസ്റ്റ് കടല ആചാരമല്ല ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഈ മറ്റേ പോകാനായിട്ട് ഉപ്പ് വെള്ളം തന്നെ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ നിന്ന് ചാടി എല്ലാവരും അവിടെ കുളിക്കും രാത്രി ആ ഏരിയയിലൊക്കെ ചാടി കുളിച്ച് ഞങ്ങള് രാത്രി ഒരു അത്യാവശ്യം എല്ലാവരുടെയും എന്താ ക്ലിയർ ആയി കഴിഞ്ഞാൽ എല്ലാവരും ചെക്കനെ വിടാൻ വേണ്ടി പോകും വിടാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പറയും ഒന്നുകിൽ ഹോർലിക്സ് ബൂസ്റ്റ് മുട്ട പൊയിഞ്ഞത് എല്ലാ സ്നാക്സും പറയുന്ന സാധനങ്ങളൊക്കെ എന്താ ചെക്കൻ്റെ കൂട്ടുകാർക്ക് കൊണ്ടുവരും കൊണ്ടുവന്ന് അതും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടാവും ചെക്കൻ്റെ റൂമിലോട്ട് ഈ പടക്കം എന്തിനാ പൊടിക്കാൻ കൊടുക്കണ്ടേ പിന്നെ കേട്ടോ വേണ്ട അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പൊ മനസ്സിലില്ല ഈ പടക്കം പൊട്ടിക്കുന്ന എന്തെങ്കിലും ട്രഡീഷൻ ആണോ ട്രഡീഷൻ ഒന്നല്ല ഒരു സന്തോഷം ഓരോരോ ആചാരങ്ങളും കൂടി കൂടുന്നു അത്രേ ഉള്ളൂ മറ്റേ മാലിക്കിലെ കല്യാണം അതുപോലെയാണോ നോർമലി അല്ല അങ്ങനൊന്നും അല്ലല്ലേ പണ്ടങ്ങനെ ആയിരിക്കാം പക്ഷെ പണ്ടത്തെ ഇവിടുത്തെ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ നമ്മളെന്താ ചെക്കൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് നടന്നിട്ടാ കൊണ്ടുപോവാ പാട്ടും പാടി ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഒരു പാട്ട് തുടങ്ങും എല്ലാരും കൂടി അങ്ങനെ പാട്ട് പാടി കൊണ്ടുപോയിട്ട് പെണ്ണിന്റെ വീട്ടിൽ എത്തുമ്പോ അതിപ്പോ പെണ്ണിന്റെ വീടായിരിക്കും ഈ പാലത്തിന്റെ അറ്റം
അവിടെ പെണ്ണിന്റെ വീട്ടുകാരുണ്ട് സ്വീകരിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് പാട്ടും പാടി ഒരു പകുതി എത്തി കഴിഞ്ഞാൽ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പാട്ട് തുടങ്ങും. നടത്തിയിട്ടേ കൊണ്ടുപോകാം. നടത്തിയിട്ട് അല്ലെങ്കിൽ എന്താ നമ്മളെ ചെറിയൊരു ബോട്ട് പോലെ ഉണ്ടാക്കി പല്ലക്ക് അതിലും എല്ലാരും പൊക്കിക്കൊണ്ട് നടന്നുകൊണ്ട് പോകും. എന്നിട്ട് ചെക്കൻ അവിടെ എത്തുമ്പോ ഇവിടത്തെ ഈ ചെക്കന്റെ കൂട്ടുകാരുടെ പാട്ട് സ്റ്റോപ്പ് അവര് പാടും. നമ്മളെ പാട്ടും പാടി സ്വീകരിച്ചു. പിന്നെ പണ്ട് ഈ നമ്മുടെ ആമുണ്ടല്ലോ, ആമനെ പിടിച്ച് ആമനെ മറിക്കുന്ന കല്യാണ വീടുകൾ ഈ ആമനെ പിടിച്ച് മറിക്കുന്ന ഒരു ആചാരം. മറിക്കൂന്ന് വെച്ചാ മറിച്ചിടുവോ? പിന്നെ ഫാമിലികളുടെ കോമഡി പാട്ട് ഒരു 1 വീക്ക് അടിപൊളിയായിരിക്കും. എല്ലാം കണ്ടിന്യൂസ് എന്താ ഫുഡും കാര്യങ്ങളും എല്ലാം ആയിരിക്കും. അവര് ജസ്റ്റ് ഒന്നും ഇപ്പൊ ഇല്ല, എല്ലാം പോയി. ഇപ്പൊ പടക്കം കല്യാണ വീടെന്ന് പറയുമ്പോ ഒരു പെരുന്നാൾ പോലെ അല്ല. ഒരു വീട്ടില് എന്തോരം പേര് ഫുൾ ടൈം ഉണ്ടാവെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പ് ട്രിപ്പ് പോയാൽ തന്നെ നമുക്ക് എന്താ ട്രിപ്പ് ഒന്ന് മാറി അതിന്റെ ഉളമൊക്കെ പോകും. അങ്ങനത്തെ കൊള്ളാം. നല്ല നല്ല എൻജോയ് ചെയ്യാൻ പറ്റൂലേ മാക്സിമം. പിന്നെ നമ്മുടെ ഈ ലക്ഷദ്വീപ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് മിനിക്കോ ഐലൻഡ്. അവരുടെ ലാംഗ്വേജ് ആയിക്കോട്ടെ, ലിവിങ് സ്റ്റൈൽ, ഡ്രസ്സിങ് സ്റ്റൈൽ എല്ലാം. ശരിക്കും പറഞ്ഞാൽ ഈ മിനിക്കോ ഐലൻഡ് മാൽദീവ്സിന്റെ ഒരു പാട്ടാണ്. പിന്നെ നമ്മുടെ ഈ ഇന്ത്യയുടെ ബോർഡറിന് അകത്ത് കുടുങ്ങിപ്പോയ ഈ ഐലൻഡ് ഇന്ത്യയുടെ ബോർഡറിനകത്താണ്. അതായത് അത് ഇന്ത്യയുടെ പാട്ടാണ്, പിന്നെ ലക്ഷദ്വീപിന്റെ പാട്ടാണ്. മിനിക്കോയിൽ പോണെങ്കിൽ ഷിപ്പ് മാത്രം. വേറൊരു എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എയർപോർട്ടിന്റെ സംസാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു. അവിടെ വേറെ ഫുഡും ഒക്കെ ആയിരിക്കും അല്ലേ? മിനിക്കോയിലോ? പക്ഷെ എനിക്ക് ഏറ്റവും ലക്ഷദ്വീപിലെ ഏറ്റവും ബെസ്റ്റ് ഫുഡ് കിട്ടുന്നത് അവിടെയാണോ? ഞാൻ അവിടെ ഒരു 2 years വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വേറെ പെർമിറ്റ് ഒക്കെ അല്ലേ? വേറെ പെർമിറ്റ്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഹൈജീൻ ഫുഡ് കിട്ടുകയാണ് മിനിക്കോ. ഇവനൊരു ഫിഷ് ആയിക്കോട്ടെ, ഫിഷില് ബോൺ മാറ്റി മൊത്തം ആ സെന്ററിൽ നമ്മുടെ ഈ വാജൻ എന്താ നട്ടല്ലൊക്കെ മീൻ്റെ നട്ടലൊക്കെ നമ്മൾ മാറ്റിയിട്ട് അതുകൊണ്ട് സൂപ്പ് ഉണ്ടാകും. വേറെ മീറ്റ് മാത്രം എടുത്തിട്ട് ഫിഷ് ഫ്രൈ ചെയ്യും, കറി വെക്കും. ബോട്ടുകളിൽ പൊട്ടി അങ്ങനെ കുറേ സംഭവം. പഞ്ചസാരല്ല, ഈ തെങ്ങിന്ന് ചെത്തിയ കള്ളുണ്ടല്ലോ, നീരാന്ന് പറയുന്നത്. കള്ളല്ല, ആൽക്കഹോളല്ല, നോർമൽ സാധനം. ആ സാധനം നമ്മൾ കുറുക്കി എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പശ പോലെയാണ്. ആ ശർക്കര നല്ല മധുരം ഉണ്ടാവും. നമ്മളൊരു പശ പോലെ നമുക്ക് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പിന്നെയും ടേസ്റ്റ് കഴിക്കാൻ തോന്നും. മധുരം. ആ സാധനം കുറച്ച് എടുത്തിട്ട് ഈ പാലിലോട്ട് മിക്സ് ചെയ്യും, എന്നിട്ട് അതിലോട്ട് പയം കട്ട് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ എന്താ ഈ കിലാഞ്ചിയുടെ കൂടെ ഉള്ള. അപ്പൊ ആ റൗണ്ട് സാധനത്തിനാണ് കിലാഞ്ചി. ആ വൈറ്റ് പത്തിരി പോലെ ഇരിക്കും. അതാണ് ഈ കിലാഞ്ചി എന്ന് പറയുന്നത്. കിലാഞ്ചിയും പാലും. നമ്മുടെ അവിടെ മറ്റേ അരി അപ്പം നമ്മുടെ അപ്പമൊക്കെ പോലത്തെ സാധനം. ഇത് അത്രയ്ക്കും തിക്നെസ് പോലും ഇല്ല. പത്തിരി പോലെ നമ്മള് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അപ്പുറം കാണും. അത്രയും നൈസാണ്. നമ്മൾ മറ്റേ ബോളിയും പായസവും കഴിക്കുന്ന ഒരു കോമ്പിനേഷൻ പോലെ ഒരു. നമ്മൾ മറ്റേ ഇടിയപ്പവും പാലും ഒക്കെ കഴിക്കില്ലേ? ഓക്കെ, അപ്പൊ അതെന്തായാലും നാളെ നോക്കാം. അവര് മീനെ പിടിക്കുമായിരിക്കും അല്ലേ? അവര് മീനെ പിടിക്കുമല്ലേ? അവര് മീൻ. സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. ഒരു 9:30 ഒക്കെ ആയി എല്ലാം കഴിഞ്ഞ് വന്നപ്പം. ഈ സൈക്കിളിൽ പോയോണ്ടേ നമുക്ക് അവിടെ നേറ്റീവ് ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റി. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ പറ്റി. നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഞാൻ തിരിച്ചു വരുന്ന ടൈമിൽ അവിടെ ഒരു വീട്ടിൽ ഒരമ്മ ഇങ്ങനെ അവരുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുക കേട്ടോ. റോഡ് സൈഡിലല്ല വീട്, കുറച്ച് അകത്തേക്ക് കയറിയ. അപ്പം ഞാൻ കണ്ട് അവരെന്നോട് ഹായ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് ഹായ് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു ഹൗ ആർ യു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഫൈൻ, മലയാളിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവരിങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുക. മീൻസ് അവർ പുറത്ത് വന്നില്ല, വീടിൻ്റെ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുക. കുറച്ചുണ്ട്, മുറ്റം കുറച്ചുണ്ട്, റോഡ് സൈഡിലല്ല വീട്. അപ്പം എനിക്ക് പെട്ടെന്ന് എന്താ ലൈക്ക് അവരങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പം എനിക്ക് നല്ല സന്തോഷമായി. കാരണം
അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, എനിക്ക് പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ പോന്നു. ലൈക്ക് ഇരുട്ടിയായിരുന്നു, ലൈക്ക് നല്ല കുറച്ച് നൈറ്റായല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എത്തണമായിരുന്നു സ്റ്റേ ചെയ്യുന്നിടത്ത്. അതുകൊണ്ട് അങ്ങനെ പോന്നു. നല്ലതായിരുന്നു. നിങ്ങളിവിടെ വരുവാണെങ്കിൽ സൈക്ലിംഗ് എടുക്കുന്നത് നല്ലതായിരിക്കും. സൈക്കിളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കാം. ഇപ്പം എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് ചെന്ന് നോക്കാം. ഇപ്പം ഞങ്ങൾ പോയ വഴിക്ക് ദഫ്മുട്ട് കണ്ടു, അപ്പോൾ അത് ചെന്ന് ഞങ്ങൾ ജസ്റ്റ് നോക്കി. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ നിർത്തി അങ്ങനെയൊക്കെ പോവാം. നല്ലതാണ്, സൈക്ലിംഗ് എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി ഡിന്നർ കഴിക്കണം. ഇന്നത്തെ ഡിന്നർ എന്താന്ന് നോക്കണം, എന്നിട്ട് ഞാൻ അതുകൂടെ കാണിച്ചു തരാം. ഇന്നത്തെ ഡിന്നർ ഫ്രൈഡ് റൈസ്, ചിക്കൻ, ഇതൊരു ലേഡീസ് ഫിംഗർ ഫ്രൈ, പിന്നെ റൈത്ത, പിന്നെ കേസരി ഉണ്ട് കേട്ടോ. ഡിന്നറൊക്കെ കഴിച്ചു. എല്ലാം നല്ല ഫുഡായിരുന്നു. ഇവിടുത്തെ എല്ലാം നല്ല ഫുഡാണ്. ഇതുവരെ ഉള്ളതൊക്കെ എനിക്കിഷ്ടമായി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല, കാരണം ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം എല്ലാവർക്കും ഇത് ചിലപ്പം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടോ അറിയില്ല. എനിക്ക് പേഴ്സണലി എല്ലാം ഇഷ്ടമായി. ഇനിയിപ്പോൾ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. നാളെ രാവിലെ സ്കൂബ, അതാണ് നാളെ. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വേറൊരു ഐലൻഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്ന് വേറൊന്നുമില്ല. അപ്പോൾ നാളെ കാണാം.